പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭൗതികശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ PSCക്ക് പഠിക്കുക. ഒരുപാട് പഠിക്കുന്നതിന് പകരം നമ്മൾ ആ സിലബസ് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോക്കാം, നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, അളവുകൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിതിൽ ഒന്നാമത്തെ മുകളിൽ കണ്ട നിങ്ങൾ കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ് എന്ന് പറയാം. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക. കുതിരയെ നമ്മൾ കൈ കൊണ്ടാണ് എന്ത് ചെയ്യുക, അളക്കുക അല്ലേ? കൈ കൊണ്ടാണ് നമ്മൾ കുതിരയെ അളക്കുക. ഹാൻഡ് അല്ലേ? കുതിര ഹോഴ്സ് അല്ലല്ലേ? അതിന് ഇംഗ്ലീഷ് ഫസ്റ്റ് ലെറ്റർ നോക്കുക, ഹാൻഡ്. ഓക്കെ, ഇനി നീളത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. നീളം അളക്കുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകൾ. പണ്ട് കാലങ്ങളിൽ നീളം നമ്മൾ പറയുക മുഴം, വാര എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇത്ര വാര സഞ്ചരിച്ചു, ഞാൻ ഇത്ര വാര പോയി. അതേപോലെ തന്നെ നമ്മൾ മുഴമെന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പൂക്ക് നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ 2 മുഴം വേണം, 3 മുഴം വേണം, അങ്ങനെ പറയാം. പണ്ട് നമ്മൾ കടകളിലൊക്കെ കയറ് വാങ്ങുന്ന സമയത്ത് എന്നാണ് അത് തൂക്കിയൊക്കെ വിൽക്കുക. പക്ഷെ പണ്ട് കൈകൊണ്ട് ഇത്ര മുഴം വേണമെന്നാണ് പറയാം. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നീളത്തെ അളക്കാൻ ഉപയോഗിച്ച തോതുകളാണ് മുഴം, അതേപോലെ തന്നെ വാര. മനസ്സിലാക്കി വെക്കുക. ഇനി നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണേത്? മീറ്റർ എന്ന് പറയാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണെന്ത്? മീറ്റർ. അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI പുതിയ സംവിധാനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മീറ്റർ. അപ്പോൾ അതിന് മീറ്ററിനെ സൂചിപ്പിക്കുക സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മീറ്ററിനെ സൂചിപ്പിക്കുക. ഇനി നമ്മൾ സാധാരണ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ? 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 100 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ചെറിയ സ്കെയിലുണ്ടല്ലേ, അത് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെ 15 സെൻറ്റിമീറ്റർ അങ്ങനെ പോയി അങ്ങനെ 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്തായി? 1 മീറ്ററായി. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 10 മില്ലിമീറ്ററാണ്. 10 മില്ലിമീറ്റർ. സ്കെയിലിൻ്റെ ഇടയിൽ കണ്ടില്ല നിങ്ങൾ 10 ചെറിയ ചെറിയ വരകൾ കാണില്ലേ? അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബേസിക് കാര്യമാണ്. അപ്പോൾ നമ്മൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ഏത്? മീറ്റർ എന്ന് പറയുന്നത്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഒരു ഉത്ഭവം, ഇതിൻ്റെ ഒരു ചരിത്രകാര്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോണത്. പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാദണ്ഡിൽ രേഖപ്പെടുത്തിയ 2 അടയാളങ്ങൾക്കിടയിലെ നീളമാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. നോക്കണേ, അതതിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടൊരു കാര്യമാണ്. ഫ്രാൻസിലെ അളവ് തൂക്ക സമ്പ്രദായ ബ്യൂറോയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകാദണ്ഡുണ്ട്. അതിൽ അടയാളപ്പെടുത്തി അതിൻ്റെ ഇടയിൽ ഇതിനിടയിലുള്ള നീളമാണെന്ത്? മീറ്ററായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കണത്. ഇനി ഇതിൻ്റെ ഒരു വസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ശൂന്യതയിൽ പ്രകാശം 1 ഇത്ര എന്താ പറയുക 299799245 അങ്ങനെ എത്രയൊന്ന് വായിക്കുക. അപ്പോൾ അത്ര സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് മീറ്റർ. അപ്പോൾ ശൂന്യതയിൽ പ്രകാശം ഇത്ര സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗം നോക്കണേ, അതാണ് മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അവിടെ നോക്കി വെക്കുക നമ്മൾ. ഓക്കെ, ഈ ഒരു സംഖ്യ നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് ഒരു അളവുകോൽ അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം ലിസ്റ്റ് കൗണ്ട്. എന്താണ് ലിസ്റ്റ് കൗണ്ട്? ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണെന്ത്? ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളെ നമുക്ക് നോക്കാം.
ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, പിക്കോമീറ്റർ, ഫെംറ്റോമീറ്റർ, ഫെർമി. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. സെൻറ്റിമീറ്റർ ആക്കി, അതിന് മില്ലിമീറ്റർ ആക്കി, ചെറിയ 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 ഗണികകളായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കാൻ സെൻറ്റിമീറ്റർ, cm, mm, അതേപോലെ തന്നെ മൈക്രോമീറ്ററിന് ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കും, നാനോമീറ്റർ, അതേപോലെ തന്നെ പിക്കോമീറ്റർ, ഫെമ്മീറ്റർ. ഓക്കെ, റെഡിയാണല്ലോ, സെറ്റ്. ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫെർമി അതാണ് ഉദ്ദേശിക്കുന്നത്. റെഡിയാണല്ലോ. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇതിനി ആകെ തല തിരിയുണ്ടെന്ന് നമ്മൾ ബേജാറാവണ്ട. ഈ ഭാഗമൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ 2, 3, 4 തവണ റിപ്പീറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ആലോചിച്ചാലേ ഈ ഭാഗം മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ, ഫിസിക്സ് ടഫാണോ, അങ്ങനൊന്നും വിചാരിക്കേണ്ട. അതിന് ചെറിയൊരു പാർട്ടാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഇതില്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി എന്ത് ചെയ്യുക, 2, 3 തവണ കണ്ടാൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് കിട്ടുക. അങ്ങനെ വലിയ സംഭവം തോന്നും, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇത് നോക്കുക, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെക്കാനുള്ളതാണ്, മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. അതേപോലെ തന്നെ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണെന്ന് പറയുന്നത്, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് കണ്ടില്ലേ. അതേപോലെ തന്നെ അങ്ങനെ 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 ഫെർമി മുതൽ ഇങ്ങനെ നോക്കുക. അങ്ങനെ അതിൻ്റെ ഒരു ബന്ധങ്ങളാണ് പറഞ്ഞത്. ഇനി അതിനെ ഓർമ്മിപ്പിക്കാൻ എളുപ്പം. ഇതൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരികയാണ്, ഏറ്റവും ചെറുതായിട്ടുള്ള രീതികളാണ് വരുന്നത്. ഇനി പെൻസിലൊക്കെ നമ്മൾ അളക്കുക സെൻറ്റിമീറ്റർ, നാണയത്തിൻ്റെ കനം നമ്മൾ അളക്കൽ എങ്ങനെയാണ്, മില്ലിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നാണയത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, അളക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട് മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുടിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, മുടിയുടെ ആ ഒരു ഇത് ലെങ്ത്തും നീളം കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആ നീളമെന്ന് മനസ്സിലായി, അതിൻ്റെ ഒരു മാസ്, അതിൻ്റെ കനം, അത് നമ്മൾ മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി വൈറസ്, പ്രകാശം, അതൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ്, നാനോമീറ്റർ ഉപയോഗിച്ചിട്ട്. അതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ഘടകങ്ങളാണ്. അതേപോലെ ആറ്റത്തെയാണ് നമ്മൾ പൈക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഫെർമി ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയസ് നമ്മൾ അളക്കൽ എന്തുപയോഗിച്ചിട്ടാണ്, ഫെർമി ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സിമ്പിൾ വേർഷനായിട്ട് ഓർമ്മിപ്പിക്കാൻ എളുപ്പം. പെൻസിലാവുമ്പോൾ സെൻറ്റിമീറ്ററാണ്, നാണയത്തിൻ്റെ കനമാണ് സമയത്ത് എന്താണ് നമ്മൾക്ക് മില്ലിമീറ്ററാണ്. ഇനി ഒരു മുടിയുടെ ആ ഒരു കനാണെങ്കിലോ മൈക്രോമീറ്ററാണ്. അതുപോലെ തന്നെ വൈറസും പ്രകാശമാണെങ്കിൽ എന്താ വരിക, നാനോമീറ്റർ വരും. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ എന്താണ് വരിക, പൈക്കോമീറ്റർ വരും. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ എന്ത് വരും, ഫെർമി വരും. റെഡിയാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അളവുകൾ ഏറ്റവും ചെറിയ ഗണികകൾക്ക് പോലും നമ്മളതിൻ്റെ നീളം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നും ഓരോ അളവ് യൂണിറ്റുകളാണ് പറയുന്നത്. റെഡിയാണല്ലോ. ഓക്കെ, സെറ്റ്. നോക്കാം, ഇതൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ചോദ്യം വരുന്നതൊക്കെ നമുക്ക് പറയാം. വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കാൻ അവലംബിക്കുന്ന മാർഗം എന്താണ്? ഒരു വളഞ്ഞ ഒരു വര ഇങ്ങനെ 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 വരാം. അത് നമ്മളെങ്ങനെ അളക്കുക? നൂലും മീറ്റർ സ്കെയിലും ഉപയോഗിച്ചിട്ടാണ് അളക്കുക. നൂലിങ്ങനെ കറക്റ്റ് പിടിക്കും, ടോട്ടൽ എന്ത് ചെയ്യും, അതിൻ്റെ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അളക്കും. ഓക്കെ, ഇനി 2 പ്രദേശങ്ങൾക്കിടയിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് എന്ത്, കിലോമീറ്റർ. ഇതൊരു പ്രദേശം, ഇതൊരു പ്രദേശം, അതിനിടയിലുള്ള പ്രദേശം അളവ് അളക്കാൻ നമ്മൾ കിലോമീറ്റർ ഉപയോഗിക്കും. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണെന്ത്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറയും. പ്രകാശവർഷം, പാരലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസക്ക് എന്ന് പറയും. ഇതൊരു വണ്ടുപാട് ചോദ്യം കേട്ടോ. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമുള്ള ദൂരമൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന പാർസക്ക്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, പ്രകാശവർഷം ഉണ്ട്, പാരലാറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ പാർസക്ക്. ഓക്കെ, റെഡിയാണല്ലോ, സെറ്റ്. അടുത്ത് നോക്കുക, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്ററാണ്. നമ്മൾ പറയുകയാണ് ഒരു അസ്ട്രോണമിക്കൽ മീറ്റർ ഉണ്ട് എന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ.
ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ പ്രകാശവർഷമെന്ന് പറയും. എന്താ പറയുക? പ്രകാശവർഷമെന്ന് പറയാം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷമെന്ന് പറയും. ഇനി ഒരു പാർസക്ക് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അതേപോലെ തന്നെ ഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ദൂരം അളക്കാൻ. ഒരു പാർസക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷത്തെയാണ് ഒരു പാർസക്ക് എന്ന് പറയും. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? പ്രകാശവർഷം. അപ്പോൾ ഒരു പാർസക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷത്തെയാണ് ഒരു പാർസക്ക് എന്ന് പറയാം. ഇനി ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ വരും? 9.46 ഗുണിക്കണം 10 അല്ലേ? എത്ര? 12 കിലോമീറ്റർ. ഇത്ര ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഓക്കെ, ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇതതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് ഇവിടുന്ന് എങ്ങനെ ചോദ്യം വന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കുന്നതിനപ്പുറം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. നമുക്ക് ഏത് സബ്ജക്റ്റാണ് നമ്മളിങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയൊക്കെ മെല്ലെ പോവുള്ളൂ. നമ്മൾ റെഡിയാണല്ലോ? സെറ്റ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.